ഇന്ന് ഞാനേ ഓലം മടയുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കോ. അപ്പോളേ നമ്മൾ ഇതെല്ലാം ദേ ഇങ്ങനെ മെടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നട വിട്ടുള്ള ഇങ്ങനെ ഓലക്കാല് നമ്മൾ പിടിക്കുക. ദേ ദേ ഇങ്ങോട്ടുണ്ടോ, ഇത് 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 ഇതെല്ലാം ഒന്നട വിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒന്ന് ഈ ഒരെണ്ണം നമ്മൾ വിട്ടിട്ട് അപ്പുറത്തുനിന്ന് എടുത്തിട്ട് ഇത് വിടർത്തുക. ഇത് വിടർത്തിയിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെക്കുക, അകത്തേക്ക് വെച്ചിട്ട് ഇത് വിട്ടെടുക്കുക. വിടർത്തിയിട്ട് വേണം കേട്ടോ വെക്കാനേ. ഇനിയില്ലേ നമ്മൾ ആ 3 എണ്ണം വെച്ചിട്ടാണല്ലോ നമ്മളിത് ആദ്യം ഇങ്ങനെ മെടഞ്ഞെടുത്തത്. പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ നമ്മളിങ്ങനെ പിന്നെ കൊടുക്കും. നല്ല രസമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതിനോടൊരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ നല്ല രസമാണ്. നല്ല സമയം എടുക്കുന്നൊരു പണിയാണ് കേട്ടോ ഇത്. വെറുതെ അങ്ങനെ എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല, കുറച്ച് ക്ഷമയൊക്കെ വേണം. ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെ ലോക്ക് ചെയ്യും കേട്ടോ. ആ ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്കിതിനെപ്പറ്റി കറക്റ്റായിട്ടുള്ള ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതായത് എൻ്റെ ഹസ്ബൻഡ് അച്ഛൻ ഇതിൽ ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോഴാണ് അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞു തന്നതും. ശരിക്കും ഇത് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാനെന്നല്ല നമ്മൾ പലരും ഇത് കണ്ടിട്ടുള്ളത് ശരിക്കും നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ അമ്മൂമ്മമാരൊക്കെയാണ് ഇത് വീടുകളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ശരിക്കും അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടൊക്കെ, അതായത് ഓല കൊണ്ടുള്ള വീടുകളുണ്ട്. ഈ ഓല കൊണ്ട് പല ഉപയോഗങ്ങളുണ്ടായിരുന്നു അല്ലേ. അതായത് മേൽക്കൂര പണിയാനും ഒക്കെ. പക്ഷെ മേൽക്കൂരയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോരോ ഷെയ്ഡ് പോലെ വെച്ച് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ഓല മെടഞ്ഞെടുത്തത്. ഇതിനെ നമ്മൾ കിടുങ്ങെന്ന് പറയും കേട്ടോ. ഇത് വാതിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്.